ഹലോ, ഗ്രേ മീഡിയാസിലേക്ക് സ്വാഗതം. മാർക്കോയുടെ കളക്ഷൻ തീയായി പരക്കുകയാണ്. 3 ദിവസങ്ങൾ കൊണ്ട് റെക്കോർഡ് തൂക്കിയിരിക്കുകയാണ് സിനിമ. ടിക്കറ്റ് കിട്ടാനില്ലാത്ത അവസ്ഥ. ഉള്ള തിയേറ്ററുകളിൽ 90% ജനത്തിരക്ക് അനുഭവപ്പെടുന്നു. 3-ാം ദിവസം ഞായറാഴ്ച ഫൈനൽ കളക്ഷൻ വരുമ്പോൾ അതൊരു ആവേശ കൊടുമുടി പോലെ തന്നെയാണ് നിൽക്കുന്നത്. അതെ, ഇന്നത്തെ കളക്ഷൻ കൊടൂരം ഞെട്ടിത്തെരിച്ചു പോകുന്നു എന്ന് തന്നെ പറയാം. ഫൈനലായി വന്നിരിക്കുന്ന കളക്ഷൻ ട്രാക്കേഴ്സ് മുഖാന്തരം 4,26,00,000 രൂപ, അതായത് 5,10,00,000 രൂപയോളമാണ് 3-ാം ദിവസത്തെ കളക്ഷനായി വന്നിരിക്കുന്നത്. അതായത് 2-ാം ദിവസത്തേക്കാൾ കൂടുതൽ കളക്ഷനാണ് സിനിമയ്ക്ക്. അതുപോലെ തന്നെ തിയേറ്റർ ഷോ കൗണ്ടുകളും കൂടുതലാണ് എന്നുള്ളതാണ്. മൊത്തത്തിൽ സിനിമയ്ക്ക് ഒക്യുപ്പൻസി 90%-നടുത്താണ് ഇപ്പോൾ പോകുന്നത്. 87%-മാണ് ആവറേജ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യ 2 ദിനങ്ങളിൽ നേടിയത് 4.5 കോടിയും 4.25 കോടിയുമാണെങ്കിൽ 3-ാം ദിവസം 5.25 കോടിക്കടുത്തേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അതായത് 3 ദിവസം കൊണ്ട് 14 കോടിക്ക് മുകളിൽ കേരള കളക്ഷൻ എത്തിയിരിക്കുന്നു. ആദ്യ ദിനം തന്നെ വേൾഡ് വൈഡ് കളക്ഷൻ 11 കോടിക്കടുത്തെത്തിയ സിനിമ 3 ദിവസം കൊണ്ട് തീർച്ചയായും 40 കോടിക്കടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. 4-ാം ദിവസം കൊണ്ട് സിനിമ 50 കോടി ക്ലബ്ബിൽ കയറുമെന്നുള്ളതിൻ്റെ തെളിവും വന്നിരിക്കുന്നു. കാരണം അമ്മാതിരി കൊടൂര ബുക്കിംഗ് ആണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. ഗംഭീരമെന്ന് തന്നെ പറയാം. സിനിമയുടെ ഇനിയും അടുത്ത വേർഷൻസ് വരുന്നുണ്ട്. വേർഷൻസ് എന്ന് പറഞ്ഞാൽ വേറെ സിനിമ എന്നല്ല, ബാക്കിയുള്ള ലാംഗ്വേജുകളിലേക്കുള്ള ഡബ്ബിങ്ങും കാര്യങ്ങളും എല്ലാം പൂർത്തിയായി സെൻസറിങ്ങിന് വേണ്ടി സിനിമ എത്തിപ്പെട്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ തീർച്ചയായും, അതായത് കൂടി വന്നാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ സിനിമയുടെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലേക്കുള്ള അന്യഭാഷകളിലേക്കുള്ള റിലീസ് ഉണ്ടാകും. അതും കൂടിയാകുമ്പോൾ മലയാളത്തിൽ നിന്നുള്ള ഒരു 200 കോടി സിനിമ എന്നുള്ളത് ഉറപ്പിക്കാം എന്നുള്ള ലെവലിലാണ്. പ്രത്യേകിച്ച് ഹിന്ദി ബെൽറ്റിൽ സിനിമയ്ക്ക് നല്ല ലെവലിലുള്ള ഒരു തിരക്ക് അനുഭവപ്പെട്ടു തുടങ്ങി. ഡെയിലി കളക്ഷൻ കൂടുന്നു എന്നുള്ള കാര്യങ്ങൾ കേട്ടു തുടങ്ങി. എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. ഗ്രേ മീഡിയാസ്.